നമസ്കാരം. എൻ്റെ പേര് സുമിത് എന്നാണ്. സ്ഥലം ഒറ്റപ്പാലത്താണ്. ഇന്ന് MI ലൈഫ് സ്റ്റൈൽ Recording in മാർക്കറ്റിംഗ് progress. പ്രവർത്തിച്ചു വരുന്നു. ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ കൊച്ചി ഇൻഫോ പാർക്കിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും ഒരു ബിസിനസ് ചെയ്യുമെന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ലൈഫിൽ ജോലി ചെയ്ത് സക്സസ് ആവണം, അത്തരത്തിലൊരു ആശയമായിരുന്നു ഉണ്ടായിരുന്നത്. ജോലിയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ കുറച്ചും കൂടി ജീവിതത്തിൽ എക്സ്പെൻസുകളൊക്കെ കൂടി തുടങ്ങിയപ്പോഴാണ് മാരേജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ലൈഫിൽ എക്സ്പെൻസുകളും കാര്യങ്ങളും ഇല്ലെങ്കിൽ കമ്മിറ്റ്മെന്റും റെസ്പോൺസിബിലിറ്റിയും ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടിയതിനു ശേഷമാണ് ഞാൻ അധിക വരുമാനത്തിനെ കുറിച്ച് ഒക്കെ ചിന്തിക്കുന്നത്. ആ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത്, നമ്മൾക്ക് ഈ ഒരു ബിസിനസ് അങ്ങനെയാണല്ലോ കിട്ടുക, നമ്മളാരും നമ്മൾ തേടി പോകുന്നതല്ല, വളരെ ചുരുക്കം. ഇപ്പോഴൊക്കെ കുറച്ചുപേര് തേടി പോകുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനിത് അപ്പോഴാണ് ഒരു അഡീഷണൽ ഇൻകത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതും. ആ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ സത്യത്തില് ഇന്ന് ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ട് കാണുന്നു. ദൈവത്തിന് അനുഗ്രഹം. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ സുഹൃത്ത് പറഞ്ഞ ബിസിനസ് ഞാൻ തുടങ്ങിയില്ല. അത് തുടങ്ങിയതായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് ആ കമ്പനി ഇല്ല. അതാണ് സത്യം. പക്ഷേ ഞാൻ ഇതിന്റെ ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എനിക്ക് പേഴ്സണലി പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കാം, അദ്ദേഹത്തിനോട് ഒരു അഭിപ്രായം ചോദിക്കാം എന്ന് പറഞ്ഞ് വിളിക്കാനുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് ശരിയായ ഒരു അവസരത്തിലേക്കും ശരിയായ ഒരു കമ്പനിയിലേക്കും ശരിയായ ഒരു ടീമിലേക്കൊക്കെ എത്തിപ്പെടാൻ സാധിച്ചു. ഇന്ന് ദൈവതുല്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സൽ ടീം കോർഡിനേറ്റർ മനോജ് സാറിൽ നിന്നാണ് ഈ അവസരം എനിക്ക് കിട്ടുന്നത്. അദ്ദേഹമാണ് ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു തരുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെയാണ് എനിക്ക് അവസരം കിട്ടുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. തുടക്കത്തിലൊക്കെ ഇപ്പോഴൊക്കെ പല ആൾക്കാർക്കും ബിസിനസ് ഒക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര നന്ദിയൊന്നും ഉണ്ടാവില്ല തുടക്കത്തിൽ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും അല്ല പിന്നീട് സംഭവിക്കുന്നത്, അല്ലെ? എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. ആദ്യമൊന്നും അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. എന്താ വെച്ചാൽ അത് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ആദ്യത്തെ ഒരു കാര്യം അത്ര എളുപ്പമല്ല. എന്തൊരു പുതിയ കാര്യം ചെയ്യുമ്പോഴും അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അതിലൊന്ന് അഡാപ്റ്റ് ആവുന്നത് വരെ, അതൊന്നും നമുക്ക് ശരിയായി വരുന്നത് വരെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായ കാര്യം, ഈ ബിസിനസ്സിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് വരാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. സാധാരണ പോലെ ഒരു ബിസിനസ് പോലെ വളരെ എളുപ്പത്തിലൊന്നും ഒരു ബിസിനസ്സും തുടങ്ങാൻ പറ്റില്ല. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സും അത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെ നമുക്ക് കിട്ടുന്നു. പക്ഷെ ഞാനും ഇത് അത്ര സീരിയസ് ആക്കി എടുത്തില്ല. എന്ന് വെച്ചാൽ പോവുകയാണെങ്കിൽ നഷ്ടപ്പെടാൻ ഇപ്പൊ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ പിന്നീട് ഈ ഉൽപ്പന്നങ്ങൾ കൊടുത്ത് റിസൾട്ട് കാരണം കൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ കാരണം. ഞാൻ ആദ്യം നിരവധി ആൾക്കാരുടെ ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ, ഇൻക്ലൂഡിങ് എന്റെ ഫാമിലി മെമ്പേഴ്സിനോടും അച്ഛനോടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരും ഇത് ഉപയോഗിക്കാൻ തയ്യാറായില്ല. പിന്നെ ഒരുപാട് കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ പലവരും അനുഭവിക്കുന്നുണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇത് വീണ്ടും ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ച് പിന്നെ എന്റെ വല്യച്ഛനാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചത്. ഇതിലെ ഡൈബ ലൈഫും അതേപോലെ 95 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അദ്ദേഹം ഉപയോഗിച്ചു. അദ്ദേഹം ഒരു 3 മാസം, അദ്ദേഹത്തിന്റെ HbA1c 12.4 ഒരു 3 മാസം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ HbA1c ഏകദേശം 7.4 കുറഞ്ഞു എന്നുള്ളതാണ്. പകുതിയായിട്ട് കുറഞ്ഞു. ഈ വേരിയേഷൻ ആണ് സത്യത്തിൽ എന്നെ ഞെട്ടിച്ചതും എന്റെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒരു അതിശയമായി. ഇത്രയും റിസൾട്ട്, ഇവർക്ക് കൊടുത്ത പ്രൊഡക്റ്റ് കൊണ്ട് ഇത്ര റിസൾട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് ഈ ഉൽപ്പന്നങ്ങൾ ഫാമിലിയിലുള്ള നിരവധി ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. അത്തരത്തിലാണ് പിന്നീട് ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചത്. ഉൽപ്പന്നങ്ങൾ നല്ലതാണ്, നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ നല്ല. എന്നെ സംബന്ധിച്ച് വേറെ വലിയ സമ്പത്തോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾക്ക് ആകെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വലിയ കുഴപ്പമില്ലാത്തൊരു പയ്യനാന്നുള്ളൊരു പേരേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലൊരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇങ്ങനെ പ്രൊഡക്റ്റ് കൊടുത്ത് റിസൾട്ട് ഉള്ളിൽ എന്ത് സംഭവിക്കുക, ആ പേരും ചിലപ്പോൾ നഷ്ടപ്പെടുമെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഉൽപ്പന്നങ്ങൾ നല്ലതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. ജോലി റിസൈൻ ചെയ്തു. അതിനുശേഷം മുഴുവൻ സമയമായിട്ട് ഈ ബിസിനസ്സിൽ ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്ന് ഇപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഒരു ID നാഷണൽ ടീം കോർഡിനേറ്റർ, മറ്റൊരു ID റീജിയണൽ ടീം കോർഡിനേറ്റർ, പിന്നെ ഒരു ID ഇപ്പൊ ടീം കോർഡിനേറ്ററിൽ പ്രവർത്തിച്ചു വരുന്നു. അപ്പൊ ഞാൻ ഇന്നിപ്പോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കാം, ഒരു ചെറിയ ഒരു PPT ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡയറക്ട് സെല്ലിംഗ് ബിസിനസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോ ഷെയർ ചെയ്താലോ? എനിക്ക് ഉണ്ടായിരുന്ന തുടക്കത്തിലുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ആയിരുന്നു കേട്ടോ. യെസ്, എല്ലാവരും ഉഷാറല്ലേ? ഹാപ്പി അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ വിത്യോ സർ, വേറെ സിസ്റ്റത്തൊന്നല്ലല്ലോ?
ഇല്ല സാർ, ഇവിടെ തന്നെ ഞാൻ തന്നെ ചെയ്തു. ഓക്കെ. എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് എനിക്കറിയാം, പുലിമടയിലേക്കാണ് വന്നിരിക്കുന്നത് അറിയാം. ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉമർ ഉസ്താദ് വിളിച്ച സമയത്ത് ഞാൻ ഇവിടുന്ന് കണ്ടു പഠിക്കാം, ഇവിടുന്നുള്ള കാര്യങ്ങൾ നമുക്ക് കേട്ട് പഠിക്കാം എന്നുള്ളതൊക്കെ ആശയിച്ചാണ് ഞാനും വന്നത്. അപ്പൊ എന്തായാലും എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു ബേസിക് ആയിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ആള്, ഒരു തുടക്കക്കാരൻ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന, ഇല്ലെങ്കിൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവുന്ന പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വൈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്? എന്താണ് ഇന്നത്തെ കാലത്ത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ആവശ്യകത? അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഫസ്റ്റ്, ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷന്റെ ഒരു ഏജ് ആണ്, അല്ലെ? ഇൻഫോർമേഷൻ ഏജ് ആണ്. എന്ന് വെച്ചാൽ അത്രമാത്രം ഇൻഫോർമേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്, യൂട്യൂബിലൂടെയും മറ്റുള്ള മാധ്യമങ്ങളിലൂടെയും, ഇന്റർനെറ്റ്, TV, മൊബൈല്, മീഡിയ, ഇത്തരത്തിൽ വലിയ ഒരു എന്താ പറയാ, ഒരു ഇൻഫോർമേറ്റീവ് ഏജിലാണ് നമ്മളുള്ളത്. അപ്പൊ ഇന്നൊരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മൾ പേഴ്സണലി ചിന്തിച്ച് നോക്കൂ, നമ്മളിപ്പോ TV-യിൽ കാണുന്ന പരസ്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന വ്യക്തികളാണോ? ഇല്ലെങ്കിൽ ഓൺലൈനിൽ വരുന്ന ഒരു പരസ്യത്തിന് കാണുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരാണോ? പലതരത്തിലുള്ള പരസ്യങ്ങൾ വരാറുണ്ട്, പലതരത്തിലുള്ള കാര്യങ്ങൾ വരാറുണ്ട്, പക്ഷെ നമ്മൾ അത്തരത്തിൽ വിശ്വസിക്കാറില്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ആരെ വിശ്വസിക്കും? പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി, അത്തരത്തിൽ ഒരു വേണ്ടപ്പെട്ട വ്യക്തി നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മളത് വിശ്വസിക്കും. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ എത്ര പരസ്യങ്ങൾ കാണുന്നുണ്ട്, ആ പരസ്യത്തിലുള്ള മുഴുവൻ കാര്യങ്ങളൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല, അതിലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കാറില്ല. ഒരു വ്യക്തി നമ്മളോട് റെക്കമെൻഡേഷൻ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, നമ്മുടെ അനുഭവത്തിൽ അത് ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണ് വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത്. ദി പവർ ഓഫ് വേർഡ് ഓഫ് മൗത്ത്, പവർ ഓഫ് വേർഡ് ഓഫ് മൗത്ത്. വായ്മൊഴിയാലുള്ള നമ്മുടെ സുഹൃത്തോ ബന്ധുവോ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതല്ലേ ബേസിക്കലി ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്? ഞാൻ പറയുന്നത് ഈ ബിസിനസ്സിൽ അല്ലെങ്കിലും നമ്മൾ മറ്റൊരു കാര്യത്തിലും നമ്മൾ ഇന്നും മറ്റൊരാളുടെ അഭിപ്രായം ചോദിക്കുകയാണ്. അവർക്ക് അങ്ങനെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളും അത് ചെയ്യാൻ തയ്യാറാവുന്നത്. അപ്പൊ അവിടെ അല്ലേ അത് തന്നെയല്ലേ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്? അത് ഇവിടെ എന്താ ചെയ്യുന്നത്? വേർഡ് ഓഫ് മൗത്ത് അഡ്വർടൈസ്മെന്റിലാണ് അതിന്റെ പവർ നടക്കുന്നത്. ഈ ബിസിനസ് എന്തുകൊണ്ട് എത്ര അട്രാക്റ്റീവ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്ക് 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, നമ്മൾ ആരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല. കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി നമുക്ക് ഈ അവസരം അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അതേപോലെ നമുക്ക് ഇവിടെ ഒരു ക്വാളിഫിക്കേഷൻ വേണ്ട, ഒരു ക്വാളിഫിക്കേഷനോ അത്തരത്തിലുള്ള ഒരു മാനദണ്ഡങ്ങളില്ല, ഒരു എക്സ്പീരിയൻസ് വേണ്ട, ഒരു ബൗണ്ടറി ഇല്ല. നമ്മൾ ഇന്ന സ്ഥലത്തേ ചെയ്യാൻ പാടുള്ളൂ, ഇന്ന ഭാഗത്തേ ചെയ്യാൻ പാടുള്ളൂ. ഓൾ ഓവർ ഇന്ത്യ എവിടെ വേണമെങ്കിൽ ചെയ്യാം. എനിക്കറിയാം ഇന്ത്യയിലുള്ള വ്യക്തികൾ ദുബായിലൊക്കെ പോയി ചെയ്യുന്നവരുണ്ട്, യൂറോപ്യൻ കൺട്രീസിൽ പോയി ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇന്ത്യക്കാർ എവിടെ ഉണ്ട് അവിടെയൊക്കെ പോയി നമുക്ക് ഈ ബിസിനസ് ചെയ്യാം. അപ്പൊ ടെറിട്ടറി ഇല്ല. അതേപോലെ ഒരു മാൻ പവർ എക്സ്പെൻസ് ഇല്ല. ഇപ്പൊ ഇവിടെ പല ബിസിനസ്സുകാരും ഉണ്ടാവും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര എക്സ്പെൻസ് ആണ് നമുക്ക് വരുന്നത്. ഒരു ഹോട്ടൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലോ, ഇല്ലെങ്കിൽ ഒരു സ്റ്റോർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലോ, ഒരു കട മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലോ എത്ര എക്സ്പെൻസുകളാണ് നമുക്ക് വരുന്നത്. അപ്പൊ അത്തരത്തിലെ മാൻ പവർ എക്സ്പെൻസുകൾ ഒന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞ മാസം ഞാൻ നോക്കിയപ്പോ എന്റെ ടോട്ടൽ ടീമിൽ വരുമാനം, ഒരു DTC എബോ ലീഡേഴ്സ് വാങ്ങിയ വരുമാനം ഞാൻ ചെക്ക് ചെയ്തു. അപ്പൊ ഏകദേശം DTC എബോ ലീഡേഴ്സ്, DTC ടു RTC ലീഡേഴ്സ് വാങ്ങിയ വരുമാനം ഏകദേശം 6 ലക്ഷം രൂപയാണ്. എന്റെ കൂടെ പ്രവർത്തിക്കുന്ന DTC ടു RTC എബോ ലീഡേഴ്സ് വാങ്ങിയത് 6 ലക്ഷം രൂപയാണ്. ഞാൻ ഈ ഒരാൾക്ക് പോലും ഞാൻ 1 രൂപ എന്റെ പോക്കറ്റിനെടുത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ അവർ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനത്തിന്റെയും വരുമാനം എനിക്കും കിട്ടുന്നു. അപ്പൊ ഒന്ന് ചിന്തിക്കൂ. അപ്പൊ ഇവിടെ ഒരു നോ മാൻ പവർ എക്സ്പെൻസ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ് ഇത്ര ഒരു അട്രാക്റ്റീവ് ബിസിനസ് ആയിട്ട് മാറുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഏതൊരു ബിസിനസ് പോലെ ഈ ബിസിനസ് റൺ ചെയ്യണമെങ്കിലും നമ്മൾ എഫേർട്ട് ഇടണം, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം. അതൊക്കെ എല്ലാ ബിസിനസ്സിലും ആവശ്യമാണ്. ഏത് ബിസിനസ്സിലും ഒരു ചായക്കട ഇടണമെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ട്, എഫേർട്ട് ഇല്ലാണ്ട് നടക്കും. അപ്പൊ ഈ ബിസിനസ്സിലും എഫേർട്ട് ഇടണം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം ആവശ്യമാണ്, അത് കോൺഫിഡൻസോട് കൂടിയിട്ട് ആവശ്യമാണ്. നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ പൊതുവെ ഉണ്ടാവുന്ന തെറ്റിദ്ധാരണകൾ എന്താണ്? പൊതുവെ എല്ലാവർക്കും ഉണ്ടാവുന്ന, എനിക്കൊക്കെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണയാണ് കേട്ടോ. കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിൽ വരുമാനം ഉണ്ടാക്കുള്ളൂ, നേരത്തെ വന്നവർക്ക് മാത്രമാണ് ഒരുപാട് കാശ് കിട്ടുള്ളൂ, താഴെക്കിടയുള്ള ആൾക്കാർക്കൊന്നും ഒന്നും കിട്ടില്ല. അങ്ങനെ കുറെ തെറ്റിദ്ധാരണകൾ, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ വ്യത്യാസം, ഒരു സാധാരണ ജോലിയും ഒരു ബിസിനസ്സും ഒരു ഡയറക്ട് സെല്ലിംഗ് തമ്മിലുള്ള മാച്ചിങ്, അതിന്റെ ഒരു ഇത് നോക്കാം നമുക്ക്. സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് ഒരുപോലെയുള്ള കാര്യങ്ങൾ ഒരു ജോലിയിലും ഒരു ബിസിനസ്സിലും ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലുള്ള ഒരുപോലെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അതിൽ ഫസ്റ്റ് കാര്യം, ജോലി ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ, ടോപ്പിലുള്ള വ്യക്തികൾ തന്നെയാണ് ജോലിയിലും ബിസിനസ്സിലും സമ്പാദിക്കുന്നത്. ഒരു മാനേജറുടെ ശമ്പളം എന്തായാലും അവിടുത്തെ എക്സിക്യൂട്ടീവ്സ് ഉള്ള ആൾക്ക് ഉണ്ടാവില്ല. ഹലോ, ഉണ്ടാവില്ല. എന്നാൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ അത്ര തന്നെയാണ്. തീർച്ചയായിട്ടും ആരാണോ കൂടുതൽ ബിസിനസ് ചെയ്യുന്നത് അവർക്ക് തന്നെയാണ് ഇവിടെയും കൂടുതൽ വരുമാനം കിട്ടുന്നത്. ജോലിയിലും ബിസിനസ്സിലും ഡയറക്ട് സെല്ലിംഗിൽ അത്തരത്തിൽ തന്നെയാണ്.
ഇവിടെ 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 ഡയറക്ട് സെല്ലിംഗ് മാത്രമല്ല, അതേപോലെ ഗ്രൗണ്ട് ലെവൽ മീൻസ് താഴെ അസോസിയേറ്റ് ലെവലുള്ള വ്യക്തികൾക്ക്, തുടക്കക്കാർക്ക്, ഒരു പുതിയ വ്യക്തിക്ക് കുറച്ച് വരുമാനമാണ്, ഏർണിങ്സ് കുറവായിരിക്കും. അത് എല്ലാ ജോലിയിലും അങ്ങനെ തന്നെയാണ്, ഈ ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്, ഒരു ജോലിയിൽ അങ്ങനെയാണ്, ഒരു ബിസിനസ്സിൽ അങ്ങനെയാണ്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലും ലെസ് വോളിയം ചെയ്യുന്ന കുറച്ചാണ് സെയിൽസ് നടക്കുന്നെങ്കിൽ കുറച്ച് വരുമാനം തന്നെയാണ് നമുക്ക് കിട്ടുക. ഒരു ജോലിയിലോ ഇല്ലെങ്കിൽ ഒരു ബിസിനസ്സിലോ നോക്കൂ, ഈ ടോപ്പ് ഏണേഴ്സ്, ഈ ടോപ്പിൽ നിൽക്കുന്ന വ്യക്തികൾ എങ്ങനെ സമ്പാദിക്കുന്നു? അവര് മറ്റുള്ളവരുടെ, അവരുടെ അസോസിയേറ്റിന്റെ, അവരുടെ തൊട്ടു താഴെയുള്ള അല്ലെങ്കിൽ അവരുടെ സബോർഡിനേറ്റ്സിന്റെ എഫേർട്ട് കൊണ്ടാണ് സമ്പാദിക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാവോ? തെറ്റാവോ? കറക്റ്റ് അല്ലേ? ആ ജോലിയിലും അതേപോലെ തന്നെ ഒരു ബിസിനസ്സിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ടോപ്പ് ഏർണിങ്സ് ഉണ്ടാക്കുന്ന ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സബോർഡിനേറ്റ്സിന്റെ എഫേർട്ട് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ ഒട്ടും വ്യത്യാസമല്ല. ഇവിടെ സപ്പോർട്ട് കിട്ടുന്നത്, ഇവിടെ ഏതൊരു വ്യക്തിയാണോ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ടീം, അപ്പൊ ആ വ്യക്തിക്ക് ടീം എഫേർട്ട് ഉണ്ടാവും. അപ്പോ എന്തുണ്ടാവും? ആ വ്യക്തിക്ക് വരുമാനം കിട്ടുന്നു. ആ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് ടീം എഫേർട്ടിലൂടെ വരുമാനം കിട്ടുന്നു. അപ്പോ അതും സെയിം ആണ്, സിമിലർ ആണ്. അതേപോലെ അടുത്ത എന്താ, ഒരു റിക്വേർഡ് കൺസിസ്റ്റന്റ് എഫേർട്ട്. ഒരു ജോലി ചെയ്യുന്ന ആയിക്കോട്ടെ, ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, റെഗുലർ ആയിട്ടുള്ള പ്രവർത്തനം വേണം. റിക്വേർഡ് കൺസിസ്റ്റന്റ് എഫേർട്ടിൽ അടുത്തടുത്ത് പ്രൊമോഷൻ വാങ്ങണമെങ്കിലോ, ആ ജോലിയിലാണെങ്കിലും ബിസിനസ് വളരണമെങ്കിലോ കൺസിസ്റ്റന്റ് ആയിട്ട് നിരന്തരമായിട്ടുള്ള പ്രവർത്തനവും അധ്വാനവും അതിന്റെ പുറകിൽ ആവശ്യമുണ്ട്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലും ഒട്ടും വ്യത്യാസമില്ല. ഇവിടെയും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് ആവശ്യമാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രവർത്തനം, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവർത്തനം നമ്മൾക്ക് ആവശ്യമാണ് നമുക്ക് സക്സസ് ആവാൻ. അപ്പൊ എഫേർട്ട് ഒക്കെ എല്ലാം ഒരുപോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ചിന്തിച്ചാൽ മതി. എല്ലാത്തിലും ഒരു ജോലിയിലുള്ള പോലെ തന്നെ എഫേർട്ട് തന്നെയാണ് ബിസിനസ്സിലുള്ളത്, ബിസിനസ്സിലുള്ള പോലത്തെ എഫേർട്ട് തന്നെയാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലുള്ളത്. അപ്പൊ ഇനി എന്താ വ്യത്യാസങ്ങൾ നോക്കാം. ഒരു ജോലിയിലും ഒരു ബിസിനസ്സിലും ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, ഒരു ഡയറക്ട് സെല്ലിംഗിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ നോക്കാം. ആദ്യത്തെ കാര്യം എന്തെന്നറിയും? നമുക്ക് നമ്മുടെ സമയം നമുക്ക് ഡിസൈഡ് ചെയ്യും. ജോലിയിൽ പറ്റില്ല. ഇന്നിപ്പോ ഈ മീറ്റിങ്ങിന് നമ്മൾ കയറിയില്ല. ഇത് പല വ്യക്തികൾ കയറാത്തതുണ്ടാവും അല്ലെ? പല വ്യക്തികൾ ചിലപ്പോൾ ഉറങ്ങിപ്പോയവരുണ്ടാവും, ചിലപ്പോൾ തിരക്ക് കൊണ്ട് കയറാതിരുന്നു. പക്ഷെ ഒരു ജോലിയിലോ ബിസിനസ്സിലാണെങ്കിൽ ഈ മീറ്റിംഗ് ഒഴിവാക്കാൻ പറ്റില്ല. സ്വർണ്ണോ? അപ്പൊ ആ സമയം നമ്മളെ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾക്ക് വേണമെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഒന്നും ലീഡേഴ്സ് എന്നോട് ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല ഇന്ന സമയത്ത് അങ്ങോട്ട് പോകണം, ഇന്ന സമയത്ത് ഇവിടെ പോകണം, ഈ സമയത്ത് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ടെന്നല്ലാതെ ഈ സമയം എന്ത് ചെയ്യണം എന്നുള്ള, നമ്മുടെ സമയം ശരിയായി ഉപയോഗിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നു. അതാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പക്ഷെ ഒരു ജോലി ചെയ്യുന്ന ആൾക്കത് സാധിക്കില്ല, ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കത് സാധിക്കില്ല. ഒരു കട വെച്ച അയാൾക്ക് ടൈമിംഗ് കീപ്പ് ചെയ്തില്ലെങ്കിൽ പറ്റുമോ? ബിസിനസ് നടക്കില്ല. പക്ഷെ നമ്മുടെ ബിസിനസ്സിൽ, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ സമയം നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. എപ്പോ വർക്ക് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അതേപോലെ ഒരു ജോലി ആയിക്കോട്ടെ, നോർമൽ ബിസിനസ് ആയിക്കോട്ടെ, എവിടെ വർക്ക് ചെയ്യണം, ഏത് സ്ഥലത്ത് നിന്ന് പോകണം, അത് ജോലിയിലും ബിസിനസ്സിലും നമ്മുടെ ഓണർ തീരുമാനിക്കും, അല്ലെ? ജോലി തരുന്ന ആള് തീരുമാനിക്കും. ഇല്ലെങ്കിൽ ബിസിനസ്സിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ടാവും, അവിടെ പോകാൻ പറ്റുള്ളൂ. നമ്മൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ചെയ്യാം. വീട്ടിലിരുന്ന് വേണമെങ്കിലും നമുക്ക് ബിസിനസ് ചെയ്യാം. എവിടേക്ക് പോകണമെന്ന് നമുക്ക് നമ്മുടെ സ്വന്തം തീരുമാനമാണ്. ഇന്ന് കോഴിക്കോട് പോകണോ അതോ ഇന്ന് മലപ്പുറം പോകണോ, അത് നമ്മുടെ തീരുമാനമാണ്, അല്ലേ? അപ്പൊ അത് നമുക്ക് ഇനി വീട്ടിലിരുന്നാണോ വർക്ക് ചെയ്യേണ്ടത്, അത് നമ്മുടെ തീരുമാനം. അപ്പൊ സെൽഫായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു ജോലിയിലോ ബിസിനസ്സിലോ അതില്ല. അതേപോലെ തന്നെ ആരുടെ കൂടെ വർക്ക് ചെയ്യണം, അത് നമുക്കൊരു ജോലിയിലും ബിസിനസ്സിലും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അവര് ഡെസിഗ്നേറ്റ് ചെയ്ത് തന്നിട്ടുള്ള വ്യക്തിയുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? പക്ഷെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലോ നമ്മൾ ആരുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് തീരുമാനം നമ്മുടെയാണ്, നമ്മുടെ മാത്രമാണ്. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു ഡിഫറൻസും നമുക്കുണ്ട്. അതേപോലെ തന്നെ നോക്കി കഴിഞ്ഞാൽ ഫാമിലി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കോ ഒരു ജോലി ചെയ്യുന്ന ആൾക്കോ ശരിയായ സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. ഫാമിലിയുടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. ഇപ്പൊ എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്, രാവിലെ നേരത്തെ എണീക്കും, എന്നിട്ട് നേരെ ഇവിടേക്ക് പോവും, എവിടെ ജോലിയിലേക്ക് തിരക്കിട്ട് ഓടും, വൈകുന്നേരം ആകുമ്പോഴേക്കും ലേറ്റ് ആയിട്ട് വരും. അപ്പൊ ഒട്ടും ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല. എന്ന് നിരവധി ജോലിക്കാരുടെ അവസ്ഥ അതാണ്. കുടുംബമായിട്ട് ഇരിക്കാൻ സമയമില്ല, കുട്ടികളായിട്ട് ഇരിക്കാൻ സമയമില്ല. പക്ഷേ ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ ഫാമിലിയുടെ ഒപ്പം, എന്താ, ഉമർ ഉസ്താദ് നോക്കും, ഉമർ ഉസ്താദും കുട്ടികളും എല്ലാവരും, അവരുടെ മക്കളും എല്ലാവരും ഒരുമിച്ചാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഫാമിലി ഒക്കെ നമ്മൾക്ക് ഈ ബിസിനസ്സിനുള്ളിലേക്ക് ഇൻവോൾവ് ചെയ്യാനും അത്തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഈ ബിസിനസ്സിൽ ഉണ്ട്. അപ്പൊ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള നിരവധി കാര്യങ്ങൾ, ഞാൻ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ കേട്ടോ, ഇത് പറയുകയാണെങ്കിൽ തീരില്ല. അത്രയും അധികം പോസിറ്റീവ് ആയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലുണ്ട്. ഇതിൽ ഞാൻ ഇവിടെ സമ്പാദിക്കുന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഇവിടെ ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്തിനെ കുറിച്ചോ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കും എത്തിയിട്ടില്ല.
ഒരു ബേസിക് ഡിഫറൻസ് ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഇത്രയും പോസിറ്റീവ് ഡിഫറൻസ് ഉണ്ട്, എന്നിട്ടും ഒരുപാട് വ്യക്തികൾ ഈ ബിസിനസ്സിൽ തോറ്റു പോകുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ? നിരവധി ആൾക്കാർ ഈ ബിസിനസ്സിൽ തോറ്റു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എന്താണ് നമുക്ക് നോക്കാം. ഈ ബിസിനസ്സിൽ സത്യത്തിൽ ഒരു വ്യക്തി തോൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം തോൽവി അല്ലെന്ന് ഞാൻ പറയും. ഒരു തോൽവി എന്ത് പറയും? തോൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനുവേണ്ടി മാക്സിമം എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തു, എല്ലാ സംഭവങ്ങളും ചെയ്തു, എന്നിട്ടും നമുക്ക് 1 രൂപ പോലും പ്രോഫിറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനാണ് തോൽവി എന്ന് പറയാ. അത്തരത്തിൽ നിരവധി ബിസിനസ്സുകളുണ്ട്. അവരുടെ എഫേർട്ടും അവരുടെ ഊർജ്ജവും അവരുടെ സമ്പത്തും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ടും അതൊന്നും 1 രൂപ വരുമാനം കിട്ടാതെ ആവുന്നതിനാണ് തോൽവി എന്ന് പറയുന്നത്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ പൊതുവെ ആൾക്കാർ ക്വിറ്റ് ചെയ്യാനാണ് പതിവ്, നിർത്തിപ്പോയാലാണ് പതിവ്. ഇവിടെ ആരും തോൽക്കില്ല, നമ്മൾ നിർത്തി പോകുമ്പോൾ മാത്രമേ തോൽക്കുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഉദാഹരണത്തിന് ഒരു IT പ്രൊഫഷണൽ ഒരുപാട് വർഷം പഠിക്കണ്ടേ? ഒരു എഞ്ചിനീയർ ആവാൻ ഒരുപാട് വർഷം പഠിക്കണ്ടേ? ഒരു സെയിൽസ് മാർക്കറ്റിംഗ് മാനേജർ ഒരുപാട് വർഷം പഠിക്കണ്ടേ? ഇപ്പോഴത്തെ കാലത്ത് MBA ഒക്കെ എടുത്തവരൊക്കെയാണ് മാർക്കറ്റിംഗ് മാനേജർ ആയിട്ട് എടുക്കുന്നത്, അല്ലെ? അപ്പൊ ഒരുപാട് വർഷം എന്തായാലും അതും പഠിക്കണം. ഒരു ക്രിക്കറ്റ് കളിക്കുന്ന വ്യക്തി എത്രയോ വർഷം പ്രാക്ടീസും കാര്യങ്ങൾക്കും ശേഷമാണ് ഒരു ക്രിക്കറ്റർ ആവുന്നത്. അതേപോലെ തന്നെ ഒരു ഡോക്ടർ എത്രയോ വർഷങ്ങളുടെ പഠിത്തത്തിന് ശേഷമാണ് ഒരു വ്യക്തി ഡോക്ടർ ആവുന്നത്. അപ്പോ ഇവരൊക്കെ എന്ത് സംഭവിച്ചു? ഇവർക്ക് പഠിക്കണം, അതേപോലെ എക്സ്പീരിയൻസ് വേണം, സമയം എടുക്കണം. അതിനൊക്കെ അവരും ആ മേഖലയിലേക്ക് വിജയിക്കണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, പഠിക്കണം, എക്സ്പീരിയൻസ് ആവണം. അതുപോലെ സമയം എടുത്തിട്ടേ ആവുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് ഒരാൾ ഒരു ഡോക്ടർ ആവില്ല. അപ്പോ ഇതിന്റെ ഇടയിൽ അവർ നിർത്തിപ്പോയാലോ? 3 വർഷം ഡോക്ടർ ആവാൻ പഠിച്ചു, 5 വർഷം പഠിക്കേണ്ടത് 3 വർഷം പഠിച്ചു, എന്നിട്ട് ഇടയിൽ നിർത്തി. എന്നിട്ട് പറയണ ഡോക്ടർ ഒന്നും ശരിയല്ല. ഹലോ, റിസൾട്ട് ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പോ ഈ ഇൻഡസ്ട്രിയിൽ അത്രയേ ഉള്ളൂ. ഈ ഇൻഡസ്ട്രിയിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്വിറ്റ് ചെയ്താൽ നമ്മൾ സക്സസ് ആവില്ല. നമ്മൾ ക്വിറ്റ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇട്ടാൽ നമ്മളും സക്സസ് ആവും. ഒരു സംശയമില്ല. അപ്പൊ അത് ഏത് മേഖലയിലും അങ്ങനെയാണ്. ഇടയിൽ നിർത്തിപ്പോയാലും, അതിപ്പോ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി, നമ്മൾ എത്ര കുട്ടികളെ കാണുന്ന എഞ്ചിനീയറിംഗ് പകുതിയിൽ നിർത്തിപ്പോകുന്നത്. ആ പകുതിയിൽ നിർത്തിപ്പോകുമ്പോൾ എന്ത് സംഭവിക്കും? കഴിഞ്ഞു. അത് എഞ്ചിനീയറിംഗിന്റെ കുഴപ്പമാണോ? അല്ല. ആ കുട്ടി അത് വേണ്ടെന്ന് വെച്ച് നിർത്തി പോകുമ്പോഴാണ് ആ കുട്ടി അത് തോൽക്കുന്നത്. അപ്പൊ നമ്മുടെ ബിസിനസ്സിലും ഒട്ടും ഡിഫറന്റ് അല്ല. നമ്മൾ ക്വിറ്റ് ചെയ്യാതിരിക്കും. നമ്മൾ ക്വിറ്റ് ചെയ്താൽ മാത്രം, നമ്മൾ നിർത്തിപ്പോയാൽ മാത്രമേ നമ്മൾ സക്സസ്ഫുൾ ആവാതിരിക്കുള്ളൂ. നമ്മൾ നിർത്താതിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി യാതൊരു പ്രയാസവും ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് പൊതുവെ കുറച്ചും കൂടി ഇത് ക്വിറ്റ് ചെയ്യാൻ ചില കാരണങ്ങൾ കൂടിയുണ്ട്. വ്യക്തികൾക്ക് ഉണ്ടാവുന്ന മനോഭാവ പ്രശ്നങ്ങളാണ് ആദ്യത്തെ കാര്യം. ഇതിനൊരു ബിസിനസ് ആയിട്ട് കാണാത്തതാണ് ആദ്യത്തെ പ്രശ്നം. ഡയറക്ട് സെല്ലിംഗ് ഒരു ബിസിനസ് ആണെന്നും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യുന്നവരോട് ചോദിക്കണം, ബിസിനസിന്റെ മനോഭാവം എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ബിസിനസ് മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കണം. അതാണ് ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ചില വ്യക്തികൾ ചിന്തിക്കും ഇതൊരു ഭാഗ്യമാണ്, ചില വ്യക്തികൾക്ക് മാത്രമേ സക്സസ് ആവാൻ പറ്റുള്ളൂ. ഉമർ ഉസ്താദിനെ പോലെയൊക്കെ ചില വ്യക്തികൾക്ക് മാത്രമാണ് ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ, ചില വ്യക്തികൾക്ക് മാത്രമേ ഇതിൽ സംഭവിക്കുള്ളൂ. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ ഇതൊരു മിറാക്കിൾ ആയിട്ട്, ഭാഗ്യമായിട്ട് കാണുകയാണ്. ഒരിക്കലും അല്ല കേട്ടോ. ഒരാളുടെ ഭാഗ്യം കൊണ്ടല്ല ഈ ബിസിനസ് കിട്ടിയതാണ് ഭാഗ്യം, മറ്റൊന്നല്ല ഭാഗ്യം. ഈ ബിസിനസ് കിട്ടിയതാണ് ഭാഗ്യം. ഇനി ബാക്കി നമ്മുടെ പ്രവർത്തനമാണ്, നമ്മുടെ കണ്ടിന്യൂസ് എഫേർട്ടാണ്. അപ്പൊ ഇതൊരു ഭാഗ്യ പരീക്ഷണം അല്ല. നമ്മൾ ഈ ബിസിനസ് കിട്ടിയതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഭാഗ്യം നമ്മൾ ചിന്തിക്കുക. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബിസിനസ് ഒക്കെ തുടങ്ങി ബിസിനസ്സിലുള്ള റൂൾസുകൾ ഫോളോ ചെയ്യാതിരിക്കുക. എന്തൊരു ബിസിനസ്സിനും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും, അല്ലെ? ഇത്തരത്തിൽ ചെയ്യണം. അപ്പോ ഒരു സാധാരണ ഒരു കടയ്ക്ക്, ഒരു സ്റ്റോറിന്, ഒരു സൂപ്പർ മാർക്കറ്റിന് അതിന്റെ റൂൾസ് ഉണ്ട്. ആ റൂൾസിനനുസരിച്ച് ബിസിനസ് ചെയ്യുമ്പോഴാണ് ബിസിനസ്സിൽ സക്സസ് ആവുന്നത്. നമ്മുടെ ബിസിനസ്സിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. നമുക്ക് ലീഡേഴ്സ് നിരവധി തവണ പറഞ്ഞു തരും. നമ്മുടെ പലപ്പോഴും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ കുറച്ചും കൂടി വേഗത എനിക്ക് കൂട്ടായിരുന്നു. എന്നുവെച്ചാൽ എന്റെ തുടക്ക സമയത്തൊക്കെ ഈ സിസ്റ്റം ഫോളോ ചെയ്യാതെ, ഈ റൂൾസ് ഫോളോ ചെയ്യാതെ എന്റേതായിട്ടുള്ള റൂൾസുകൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയത്. നിങ്ങളുടെ സജഷൻ എന്താണെന്ന് അറിയോ? കണ്ണു അടച്ച് നിങ്ങളുടെ ലീഡർ പറയുന്നത് വിശ്വസിക്കുക. ആ സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാവും. അവിടെ നിങ്ങൾ എന്നാണോ നമ്മുടെ സിസ്റ്റത്തിൽ സറണ്ടർ ആവുന്നത്, നമ്മുടെ ലീഡറായിട്ട് സറണ്ടർ ആവുന്നത്, നമ്മൾക്ക് അന്ന് മുതൽ ശരിയായ വളർച്ച ഉണ്ടാവും. ഒരു സംശയമില്ല. അത് പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യാം. അത് നമുക്കേ പറ്റൂ. വേറെ ആള് നമ്മളെ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ട് കാര്യമില്ല. ഈ ബിസിനസ്സിൽ നമ്മൾ ആ റൂൾസ് ഫോളോ ചെയ്യാൻ തയ്യാറാവുക, സിസ്റ്റം ഫോളോ ചെയ്യാൻ തയ്യാറാവുക. അതേപോലെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പൊതുവെ വ്യക്തികൾ പറയും ഉൽപ്പന്നം ഉപയോഗിക്കാതെ ഇരിക്കും. പ്രൊഡക്റ്റുകൾ, ഇത്രയും അധികം പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ കാരണം എന്താ പറഞ്ഞേ? എന്റെ വല്യച്ഛന് കിട്ടിയ റിസൾട്ട് ആണ് എന്നെ ഈ ബിസിനസ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അപ്പൊ പല വ്യക്തികളും ഇന്ന് ഈ ബിസിനസ് ചെയ്യാൻ കാരണം എന്താണ്? ഉൽപ്പന്നങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കൊണ്ടാണ്.
അപ്പൊ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നു. ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവും, ഉപയോഗിക്കണം. അപ്പൊ ഉപയോഗിക്കാതിരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ? നിങ്ങൾക്കൊരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ വരുമ്പോ നിങ്ങൾ ഇത് വിൽക്കാനല്ല പ്രേരിപ്പിക്കേണ്ടത്, നിങ്ങളിത് കൊടുക്കാനല്ല, വിൽക്കാനല്ല. വിറ്റിട്ട് നിങ്ങൾ 4000 10,000 വിറ്റാൽ 4000 രൂപ കിട്ടുന്നല്ല പറയേണ്ടത്. അവിടെ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് പൊട്ടിച്ച് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ആ വ്യക്തി പിന്നെ സൂപ്പറായിട്ട് ഈ ബിസിനസ് വിട്ടു പോയില്ല. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും വിട്ടിട്ട് പോയില്ല. അത് അവര് പൊട്ടിച്ച് ഉപയോഗിക്കണം. എന്റെ ടീമിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, കവചപ്രാശി പുറത്തു കൊടുക്കാൻ സമ്മതിക്കില്ല, ആദ്യം വീട്ടിൽ പൊട്ടിച്ച് ഉപയോഗിക്കണം. അത് പൊട്ടിച്ച് അത് നമ്മൾ പാക്കറ്റ് നമ്മൾ തന്നെ പോയി പൊട്ടിച്ച് ഒരു സ്പൂൺ അവർക്ക് വായിൽ വെച്ചു കൊടുക്ക്, ഒരു സ്പൂണിൽ കൊടുക്ക്, വെൽക്കം ടു മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയും. അപ്പൊ തീർച്ചയായിട്ടും ആ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോഴല്ലോ അവരുടെ കോൺഫിഡൻസ് കൂടും. അവർ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ അവര് കോൺഫിഡൻസ് കൂടും. ആ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ അവർ ഈ പ്രൊഡക്റ്റ് നമ്മൾ പറയാതെ, എന്തറിയോ, രണ്ട് രീതിയിലാണ് പ്രൊമോഷൻ നടക്കുക. ഒന്ന് തൊണ്ടയിൽ നിന്ന് വരും. ഒരിക്കലും തൊണ്ടയിൽ നിന്ന് വരുന്ന ആൾക്ക് ബിസിനസ് വരില്ല. ഇവിടെ ആരോ റെക്കോർഡ് ചെയ്ത് തന്നതാണ്. നിങ്ങൾക്ക് അടിവയറ്റിൽ നിന്നാണ് ഈ ബിസിനസ് വരുന്നെങ്കിൽ ഈ ബിസിനസ് 100% വരും. നിങ്ങൾക്ക് ഈസി ആയിരിക്കും പ്രൊഡക്റ്റ് വിൽക്കാൻ. നിങ്ങളുടെ ആൾക്കാർ ബിസിനസ് തുടങ്ങാൻ എളുപ്പം വരും. എന്ന് വെച്ചാൽ അടിവയറ്റിൽ നിന്ന് പറയുമ്പോൾ അടിവയറ്റിൽ നിന്ന് പറയണം. അടിവയറ്റിൽ നിന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവണം. ആ അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് കിട്ടുക. അപ്പൊ ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. നിങ്ങളുടെ ഓരോ അസോസിയേറ്റിനും ശ്രദ്ധിക്കുക, അവർ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ. ഓരോ പ്രൊഡക്റ്റും മാജിക് ആണ് കേട്ടോ, ഓരോ പ്രൊഡക്റ്റും മാജിക്. ഇപ്പൊ റീസെന്റ് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. ഇപ്പൊ കമ്പനി വീണ്ടും കുറെ പ്രൊഡക്റ്റുകൾ ഇറക്കിയിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം, പ്രോബയോട്ടിക്. നമ്മൾ പല ആൾക്കാരും ഉപയോഗിക്കാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. ഇന്ന് നോക്കൂ, 90% അസുഖങ്ങൾ വരുന്നതിന്റെ കാരണം കുടൽ സംബന്ധമായിട്ടാണ്. നമ്മൾക്കൊക്കെ അസുഖങ്ങൾ വരുന്നത്, മലബന്ധം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. അപ്പൊ ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്ന ഉൽപ്പന്നം നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാവരും റെഗുലർ ആയിട്ട് ഉപയോഗിക്കുക. ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് മാറും. ഒരു ദിവസം ഒരു ക്യാപ്സ്യൂൾസേ കഴിക്കുന്നുള്ളൂ പ്രോബയോട്ടിക്. അപ്പൊ ഇത്തരത്തിൽ ഓരോ പ്രൊഡക്റ്റിനും ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പൊ അത്തരത്തില് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുക, പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക, നമ്മുടെ ടീമിൽ അത് ഉപയോഗിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുക. അതേപോലെ അടുത്ത കാര്യം എന്ന് പറയുന്നത് സഫീഷ്യന്റ് ആയിട്ടുള്ള സമയം കൊടുക്കാത്ത ബിസിനസ്സാണ് ചെയ്യുന്നത്, പക്ഷേ ബിസിനസിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. എന്നോട് ചോദിച്ചാൽ ഈ ബിസിനസ്സിൽ ഒരു ക്യാപിറ്റൽ വേണം, ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ഒരു ബിസിനസ്സും ലോകത്തില്ല. നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് അറിയൂ? 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ്. ആദ്യത്തെ കാര്യം നമ്മുടെ സമയമാണ്. ഈ സമയം ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ പറ്റില്ല. സമയം നമുക്ക് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സമയം കണ്ടുപിടിക്കുക. ചിലപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവരുണ്ടാവാം, മുഴുവൻ സമയം ചെയ്യുന്നവരുണ്ടാവാം. നിങ്ങളുടെ മാക്സിമം ടൈം നിങ്ങൾ ഈ ബിസിനസ്സിന് വേണ്ടി ടൈം കണ്ടുപിടിക്കുക. നമ്മളിപ്പോ ചെയ്യുന്ന ജോലിയെ അതിനെ പാർട്ട് ടൈം ആയിട്ട് കാണുക, ബിസിനസ്സിനെ മനസ്സിൽ ഫുൾ ടൈം ആയിട്ട് കാണുക. അപ്പൊ അത് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം ടൂൾസ്. നമുക്ക് കൃത്യമായിട്ടുള്ള ബ്രൗഷേഴ്സ്, അത്തരത്തിലുള്ള പ്ലാനർ ബുക്കുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. പ്ലാനർ ബുക്കുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവണം. അതേപോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങളാണ്. ഈ മൂന്നുമാണ് നമ്മുടെ ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സമയം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സമയം സഫീഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കാത്ത വ്യക്തികളും പൊതുവെ ഈ ബിസിനസ് ഔട്ട് ആവാൻ കാണാറുണ്ട്. അതേപോലെ അടുത്തത്, ഈ ബിസിനസിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറയാതെ. ഇതൊക്കെ ചെയ്തു, ഈ ബിസിനസ് എന്താ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഇതിലേക്ക് ഇറങ്ങി, ഇനി ചെയ്യേണ്ടത് എന്താ? ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ചും ഈ ബിസിനസിനെ കുറിച്ചും മറ്റുള്ളവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതിലൊറ്റ വഴിയുള്ളൂ ഈ ബിസിനസ്സിൽ സക്സസ് ആവണം. എനിക്ക് എന്റെ ഗുരു പറഞ്ഞു തന്നൊരു കാര്യമാണ് കേട്ടോ. എത്ര പേർക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കണം, സക്സസ് ആവണം, വളരെ വേഗത്തിൽ 2,10,000 ഒക്കെ വാങ്ങണം? യെസ്, എല്ലാവർക്കും വാങ്ങണം, എനിക്കറിയാം, എല്ലാവർക്കും അത് ആഗ്രഹമുണ്ട്. അതിന് ചെയ്യേണ്ട ഒരേ ഒരു വഴിയുള്ളൂ, ടോക്ക് ടു പീപ്പിൾ. ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ ബിസിനസ് ആശയം പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയുള്ളൂ, പറഞ്ഞിട്ടേ നമ്മൾ പഠിക്കുള്ളൂ. അപ്പൊ പറയാൻ തയ്യാറാവുക എന്നുള്ളത് ആദ്യത്തെ കാര്യം. നമ്മൾ കാണുന്ന എല്ലാവരെയും നമ്മൾ ഈ ബിസിനസ് കൊടുക്കാൻ പറ്റുന്ന വ്യക്തികളാണ് മനസ്സിലാക്കി. ഇന്ന് ഇന്ത്യയിൽ 84 ലക്ഷം പേരെയാണ് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്നുള്ളൂ. പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ 140 കോടി ജനങ്ങളുണ്ട്. അപ്പൊ 1% പോലും ഈ ബിസിനസ് ആയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ പലപ്പോഴും സംഭവിക്കുന്ന എന്താ അറിയോ? നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ മറ്റുള്ള ടീമിലേക്ക് വരുന്നു. അപ്പൊ അത് പാടില്ല, നമ്മൾ പറയാൻ തയ്യാറാവും. ഈ ബിസിനസ്സിൽ നമ്മൾ മനസ്സിലാക്കി ഇത് നമ്മുടെ ബിസിനസ് ആയിട്ട് കാണുക. ഇത് എന്റെ ബിസിനസ് ആണ്, എന്റെ ബിസിനസ് വളരേണ്ട എന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചിന്തിച്ചു നോക്കുക, അപ്പൊ തന്നെ ബിസിനസ്സിൽ മാറും. അപ്പോ ആ ചിന്താഗതിയും അതിന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് കൂടെ, എന്റെ ബിസിനസ് നന്നായി പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ ബിസിനസ്സിൽ പുറകോട്ട് പോയില്ല, നമ്മൾ എന്നും മുന്നോട്ടാ പോകും.
ഈ ബിസിനസ്സിൽ ബേസിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു. എന്താ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടത്? 3 ആക്ടിവിറ്റി നിർത്താനേ പാടില്ല. അത് എത്ര വലിയ റാങ്കിൽ എത്തിയാലും നിർത്തരുന്നതാണ് എന്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ആദ്യത്തെ കാര്യം, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൽ നിർത്തരുത്. പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരും, അത് ഇപ്പോഴും വീണ്ടും വരാൻ പോവാണ്. ആ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കാം. നമുക്കൊക്കെ വേണ്ടപ്പെട്ട നിരവധി ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. ആ ഉൽപ്പന്നങ്ങളെ കുറിച്ചൊക്കെ അറിയാം. അതേപോലെ എപ്പോഴും ബിസിനസ്സുകാരന്റെ കുപ്പായ ഇടുക. എപ്പോഴും ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ബിസിനസ്സുകാരന്റെ കുപ്പായം, ഒരു ബിസിനസ്സുകാരനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറാവുക. അതേപോലെ മറ്റുള്ളവരുടെ അടുത്ത് ഈ ബിസിനസ് പറയാനും ഈ ഉൽപ്പന്നം പറയാനും ബിസിനസ് പറയാനും നമ്മൾ ലൈഫ് ടൈം, എല്ലാവരും ഈ ബിസിനസ് ജീവിതകാലം മുഴുവൻ ചെയ്യുമ്പോൾ ഒരു മാഷ്, ഒരു ടീച്ചറാണ്, അദ്ദേഹത്തിന്റെ ജോലി എന്താ? ലൈഫ് ടൈം ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു എഞ്ചിനീയറിന്റെ ജോലി എന്താ? ലൈഫ് ടൈം ഇതേപോലുള്ള കൺസ്ട്രക്ഷൻസോ, ഇല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ കൺസ്ട്രക്ഷൻസോ, ഇല്ലെങ്കിൽ മറ്റാൾ പുതിയ ഡിസൈൻസോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മെഷീൻസിൽ ഡിസൈൻസോ, ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവരുടെയൊക്കെ പ്രൊഫഷൻ. ആ ജീവിതകാലം മുഴുവൻ അതാണ് ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ്സിലും അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബിസിനസ്, നമ്മളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ നമ്മൾ ലൈഫ് ടൈം ഈ ഉൽപ്പന്നങ്ങളും ബിസിനസ്സും പറയാൻ തയ്യാറാവുക. ജീവിതകാലം മുഴുവൻ നമ്മുടെ ഈ അവസരം, നമ്മൾ ഈ കൊടുത്ത അവസരം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്, അത് പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരടുത്ത് പറയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്. പറയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ലൈഫിൽ ചിലപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള മാറ്റം ഉണ്ടാവും, സാമ്പത്തികപരമായിട്ടുള്ള മാറ്റം ഉണ്ടാവും, മാനസികപരമായിട്ടുള്ള മാറ്റം ഉണ്ടാവും, പേഴ്സണാലിറ്റിയിൽ മാറ്റം ഉണ്ടാവും. ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ആശയമാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. അപ്പൊ മറ്റുള്ളവരുടെ അടുത്ത് ഈ ഉൽപ്പന്നങ്ങളും ബിസിനസ്സും പറയാൻ തയ്യാറാവുക. ഇതാണ് മേജർ ആയിട്ടുള്ള, മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി എന്നും നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ സ്റ്റെപ്പ് ടു സക്സസ്, വിജയിക്കാനുള്ള വഴി, അതിന് ആദ്യം എന്നും ചെയ്യേണ്ട ആക്ടിവിറ്റി പറഞ്ഞു. ഇപ്പൊ നോക്കൂ, വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു കമ്പനി നമുക്ക് കിട്ടിയിട്ടുണ്ട്, വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടിയിട്ടുണ്ട്. നല്ല വ്യക്തികളുടെ കൂടെയാണ് നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഞാനൊക്കെ റോൾ മോഡൽ ആയിട്ട് കാണുന്ന നിരവധി ലീഡേഴ്സ് ഈ ടീമിൽ ഇതായി എനിക്കിപ്പോ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വ്യക്തികളുടെ കൂടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള കാര്യം കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കോൺഫിഡൻസ് കൂട്ടണം. നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുക. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളും GTSഉം മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്ത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുക. കോൺഫിഡൻസ് കൂട്ടി ആ കോൺഫിഡൻസ് മറ്റൊരാൾക്ക്, നമ്മുടെ കസ്റ്റമറിനും നമ്മുടെ പ്രോസ്പെക്റ്റിനും കൊടുക്കുക. അത് കൊടുക്കാൻ തയ്യാറാവുക. അതേപോലെ പുതിയ കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ട. ഓൾറെഡി നമുക്ക് ഒരു മാർക്കറ്റിംഗ് പ്ലാന് നമുക്ക് തന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഒരു സിസ്റ്റം നമുക്ക് തന്നിട്ടുണ്ട്. ആ സിസ്റ്റം ഉപയോഗിച്ച് ഈ ബിസിനസ് നോക്കൂ, ഇന്ന് നിരവധി ആൾക്കാർ ആവേശത്തിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികളൊക്കെ ഈ ബിസിനസ്സിനുള്ളിലേക്ക് കൊണ്ടുവരാനുള്ള എഫേർട്ട് എടുക്കുക. ആ കൊണ്ടുവന്ന ആൾക്കാർക്ക് നമ്മൾ പഠിക്കുക. ഇത് നിങ്ങൾ നിരവധി തവണ കേട്ടിട്ടുണ്ടാവും. പഠിക്കുക, നമ്മൾ പഠിക്കാൻ തയ്യാറാവുക, പഠിക്കാൻ നമ്മുടെ കൂടെ വന്നവരെ പഠിപ്പിക്കാനും കൂടി തയ്യാറാവുക. നമ്മൾ സെൽഫായിട്ട് ട്രെയിനിങ്ങിനും പ്രോഗ്രാമിൽ ഇരിക്കുക. നമ്മുടെ കൂടെ വന്ന വ്യക്തികളെയും പഠിപ്പിക്കാനും അവരെ ട്രെയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തയ്യാറാവുക. ഇത്തരത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു ലിമിറ്റേഷനും ഇല്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. വരുന്ന ഒരു 2-3 വർഷത്തിൽ നമ്മുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ സംഭവിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. ഒരു വളരെ വേഗത്തിലാണ് ഈ സെഷൻ പോയത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇന്ന് ഉമർ ഉസ്താദ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. നിങ്ങളിൽ നിന്നും കണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റീസെന്റ് നാഷണൽ കൺവെൻഷൻ മീറ്റിംഗിൽ നമ്മൾ ഇവിടെ പോയിരുന്നു, ബോംബെ പോയിരുന്നു. ഉമർ ഉസ്താദൊക്കെ ഉണ്ടായിരുന്നു. വളരെ അടിച്ചു പൊളിച്ചൊരു പ്രോഗ്രാം ആയിരുന്നു. ഒരുപാട് പുതിയ കാര്യങ്ങൾ കമ്പനി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു പുതിയ പ്രൊഡക്റ്റുകൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. വെരിക്കോസ് വെയിൻ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട്, നെർവ് ഫ്ലോ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് വരുന്നുണ്ട്, മൈഗ്രെയിൻ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അതേപോലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് സിറം ഉപയോഗിക്കുന്നത് പറയുന്നത്. സിറം മുഖത്തൊക്കെ ഇപ്പൊ ക്രീം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ സിറത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ആ സിറം, അതേപോലെ ഹെയർ സിറം, അതുപോലെ ബോഡി പോളിഷ്, അപ്പൊ ഇങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങളും കാര്യങ്ങളൊക്കെ കമ്പനി ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അന്ന് കമ്പനിയിൽ പറഞ്ഞൊരു കാര്യം, കമ്പനിയിൽ നിന്ന് നിരവധി ലീഡേഴ്സ് അവിടെ കയറി സംസാരിച്ചു, നമ്മുടെ MD കയറി സംസാരിച്ചു, എല്ലാവരും പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ കമ്പനിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ? പല ആൾക്കാരും ഇത് മനസ്സിലാക്കുന്നില്ല. ഇന്ന് ഓരോ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും കൂടുതൽ ലാഭം കമ്പനിയാണ് എടുക്കുന്നത്. കമ്പനിയാണ് കൂടുതൽ ലാഭം എടുക്കുന്നത്. പക്ഷെ ഇന്ന് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി മാത്രമേ ഉള്ളൂ 70% തിരിച്ച് നമ്മൾക്ക് ഡിസ്ട്രിബ്യൂട്ടർക്ക് തന്നെ തരുന്ന കമ്പനിയാണ്. ഇന്ന് DTC എബോ ലീഡേഴ്സിന് ZTC എബോ ലീഡേഴ്സിന് വീണ്ടും ഒരു വരുമാനം കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തു. എനിക്കറിയില്ല, ഇപ്പോഴെ തന്നെ നല്ല വരുമാനം, പിന്നെ എന്തിനാണ് അധികം വെച്ചിരിക്കുന്നത് അറിയില്ല. അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് വെച്ചിരിക്കുന്നു. അപ്പോ ഇത്തരത്തിൽ നിരവധി പുതിയ വരുമാനങ്ങൾ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തു.
അപ്പോ ഇന്ന് ഒരു 70% നമുക്ക് തിരിച്ചു തരുന്ന ഒരു മഹത്തായ കമ്പനിയിലാണ് നമ്മളുള്ളത്, ചെറിയ കമ്പനിയല്ല. അപ്പൊ അതിന്റെ MD തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്, നിങ്ങൾ എന്നും ഈ ബേസിക് എന്താന്ന് പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ബേസിക് ഉണ്ട്. ഇവിടെ പലവർക്കും ഉണ്ടാവുന്നത്, എനിക്കൊക്കെ പറ്റിയ മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ നമ്മുടേതായിട്ടുള്ള പല രീതികൾ കൊണ്ടുവരാൻ നോക്കും, നമ്മുടേതായിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കാൻ നോക്കും, നമ്മുടേതായിട്ടുള്ള പഴയ രീതികൾ ഉണ്ടാക്കാൻ നോക്കും. അപ്പൊ അതൊന്നും അല്ല ഇവിടെ ആവശ്യം. അത് ചിലപ്പോൾ നമ്മൾക്ക് നമ്മുടെ മുന്നത്തെ മേഖലയിൽ ഓക്കെ ആയിരിക്കാം, പക്ഷെ ആ കാര്യങ്ങള് നമ്മുടെ ബിസിനസ്സിന് നമുക്ക് ഇവിടെ ആവശ്യമില്ല. നമ്മൾക്ക് ഇവിടെ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ലീഡർ പറയുന്നത് നമ്മൾ കേൾക്കുക, ലീഡർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക. പവർ ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. 3 കാര്യങ്ങളാണ് ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ പവർ. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് യൂണിറ്റിയാണ്, ഒരുമിച്ച് നിൽക്കുക. എന്നുവെച്ചാൽ ഒറ്റയ്ക്ക് ഗോൾ അടിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. ഞാനൊരു ഗോൾ അടിക്കാം, നീ ഒരു ഗോൾ അടിക്കാൻ പറഞ്ഞ് കളിക്കുന്ന കളിയല്ല ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. ഒരുമിച്ച് നിന്ന് ഗോൾ അടിക്കുന്ന കളിയാണ്, പാസ് ചെയ്ത് ഗോൾ അടിക്കുന്ന കളിയാണ്. അപ്പൊ യൂണിറ്റി സ്ട്രെങ്ത്, ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് നമ്മൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ അസോസിയേറ്റിനൊപ്പവും നമ്മുടെ ലീഡേഴ്സിന്റെ ഒപ്പവും ഒക്കെ നമ്മൾ ഒരുമിച്ച് നിൽക്കുക. അതേപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തീർച്ചയായും സിസ്റ്റം. നമ്മുടെ ടീമിനൊരു ഭംഗിയുള്ള സിസ്റ്റം നമ്മുടെ ലീഡേഴ്സ് ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ, 10ഉം 20ഉം വർഷം എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് നമുക്ക് തന്നൊരു കാര്യമാണ്. അപ്പൊ അവര് നിരവധി വഴിയിലൂടെയൊക്കെ പോയിട്ടുണ്ടാവും. അവിടെ നിന്നൊന്നും സാധിക്കാത്ത, അവിടെ നിന്നും ആ രീതിയിൽ പോയാൽ അച്ചീവർ ആവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു സിസ്റ്റം ഉണ്ടാക്കി തന്നിരിക്കുന്നത്, അല്ലെ? ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുക. എന്താ വെച്ചാൽ അതാണ് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അവര് ഓൾറെഡി ശ്രമിച്ച പല വഴികളിലൂടെ പോകാൻ ശ്രമിച്ചു, അതിലൂടെ ഒന്നും പോകാൻ പറ്റിയില്ല. അവരൊരു സിസ്റ്റം കണ്ടുപിടിച്ചു, ആ വഴിയിലൂടെ പോകുമ്പോൾ വേഗത്തിൽ സക്സസ് ആവും. അപ്പൊ ആ വഴി തന്നെ നമ്മൾ പോയാൽ മതി. അപ്പൊ സിസ്റ്റത്തിൽ സറണ്ടർ ആവുക എന്നുള്ളതാണ്. സിസ്റ്റത്തില് അപ്ലൈൻ ലീഡറിനോട്, അതേപോലെ നമ്മുടെ അസോസിയേറ്റിനോട് നമ്മൾ സറണ്ടർ ആവണം. അവിടെ നമ്മുടെ ഈഗോ പിടിക്കാൻ പാടില്ല, അവിടെ നമ്മൾ ദേഷ്യം പിടിക്കാൻ പാടില്ല, അവിടെ നമ്മൾ വലിയ ആളാവാൻ പാടില്ല എന്ന് പറയാം. ഇതൊക്കെ ഞാനൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സക്സസ് വളരെ ഡിലേ ആയി. എനിക്ക് കുറച്ചുകൂടി ലേറ്റ് ആയെന്ന് ഞാൻ ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് നാഷണൽ ടീം കോർഡിനേറ്റർ ആവേണ്ടതായിരുന്നു, ഇപ്പൊ ഫാസ്റ്റ് അല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്റെ കൂടുതലുള്ളവരൊക്കെ പറയും ഫാസ്റ്റ് ആണ്, പക്ഷെ അതല്ല ഇതിന്റെ വേഗത. ഈ സമയം കൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചാണെങ്കിൽ ITC ആയെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്റെ ലീഡേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് പ്രവർത്തിച്ചാണെങ്കിൽ ഞാനൊന്ന് NTC അല്ല, ഞാനൊരു ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആയ. അപ്പോ ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല ഈ ബിസിനസ്സിൽ, അത് ചെയ്താലും പ്രശ്നമാണ്. ഫസ്റ്റ് കാര്യം, നമ്മുടെ അപ്പുറത്തെ ടീമുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. കുറച്ച് വലിയ റാങ്ക് ഒക്കെ എത്തുമ്പോൾ ഞങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് NTC-കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. എന്തിനാ ചോദിച്ച അത്തരത്തിലുള്ള മീറ്റിങ്ങിന് വരാനാണ്, വേറെ ഒന്നുമില്ലല്ലോ. ടീമിനുള്ള ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. ഇപ്പൊ താൽക്കാലികമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റുകൾ, നമ്മൾ ആരിൽ നിന്നും പ്രൊഡക്റ്റോ പൈസയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാതിരിക്കുക. അതൊന്നും ഈ ബിസിനസ്സിന് നല്ലതല്ല, ശരിയല്ലേ? നോക്കൂ, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ പണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കാറുള്ള ബന്ധത്തിന് പ്രശ്നം വിളിച്ചു വരാറാണ്. ഇപ്പൊ നമ്മൾ പണം കൊടുത്ത ആൾക്കാർ ഫോൺ വിളിച്ചെടുക്കൂ. എത്ര പേർക്ക് അത്തരത്തെ അനുഭവങ്ങളുണ്ട്? അപ്പൊ എന്തിനാ ഒരു ബന്ധം കളയുന്നേ? അപ്പൊ ഒരിക്കലും നമ്മൾ അപ്ലൈൻ ലീഡേഴ്സ് ആയിട്ടോ അസോസിയേറ്റ് ആയിട്ടോ പണത്തിന്റെ ഇടപാടുകൾ പാടില്ല എന്നുള്ളതാണ് ഈ ബിസിനസ് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല കാര്യം. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ബാഡ് റിലേഷൻഷിപ്സ്, തെറ്റായിട്ടുള്ള ബന്ധങ്ങൾ. ഇതും ഈ ബിസിനസ്സിന് പാടില്ല എന്നുള്ളതാണ്. ഇത് മൂന്നും ശ്രദ്ധിച്ചോ, ഈ 3 പവറും ചെയ്തു കഴിഞ്ഞോ നമ്മുടെ ബിസിനസ് റോക്കറ്റ് വേഗതയിൽ, ഒരു സംശയമില്ല, റോക്കറ്റ് വേഗതയിൽ നമ്മുടെ ബിസിനസ് പോവും. അപ്പോ അത്തരത്തിൽ ഉപയോഗപ്പെടുത്തുക. എന്തായാലും ഇപ്പൊ നിങ്ങൾക്കൊരു പിന്നെ ഓരോ പ്രോഗ്രാമുകൾ വരുമ്പോൾ അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുക. ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഓക്സിജൻ ആണ് കേട്ടോ പ്രോഗ്രാം. പലപ്പോഴും പ്രോഗ്രാം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയൊരു തെറ്റാണ്. പ്രോഗ്രാമിനെല്ലാം ഉപയോഗിക്കണം. അതൊരു ചെറിയ പ്രോഗ്രാം ആണെങ്കിലും, ഇപ്പോഴത്തെ ഈ 5 AM ക്ലബ്, ഈ പറയുന്ന 6 മണിക്കുള്ള മീറ്റിംഗ് ആണെങ്കിലും നമ്മുടെ അസോസിയേറ്റിനെയും നമ്മുടെ എല്ലാവരും ഇതിൽ പ്രോത്സാഹിപ്പിക്കും. 6 മണിക്കൊക്കെ എന്തായാലും എല്ലാവരും ഇരിക്കും. ക്യാമറ ഓഫ് ചെയ്തെങ്കിലും ഇരിക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, രാവിലെ കിച്ചണിൽ പോകേണ്ടതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും അവരെ നിർബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രോഗ്രാം പങ്കെടുപ്പിക്കുക. എനിക്കൊരു മാറ്റം വരാൻ കാരണം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറ്റാൻ വരാൻ പോകുന്ന കാരണം, ഒറ്റ കാരണമേ ഉള്ളൂ, പ്രോഗ്രാമാണ്. ഒരു പ്രോഗ്രാമിൽ പോകുമ്പോൾ പ്രോഗ്രാം ജീവവായു എന്നാ പറയാ, നമ്മുടെ ബിസിനസിന്റെ ഓക്സിജൻ ആണ്. അത് കിട്ടാത്ത ആള് ശ്വാസം മുട്ടും, അത് കിട്ടാത്ത ആൾക്കാണ് ശ്വാസം മുട്ടൽ കൂടുക. ഇത്തരത്തിലുള്ള പ്രോഗ്രാം പങ്കെടുക്കുന്ന ആൾക്കാർക്ക് വലിയ ഊർജ്ജം ഉണ്ടാവും, വലിയ എനർജി ഉണ്ടാവും.
വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. കോൺഫിഡൻസ് ഉണ്ടാവും, ഉൽപ്പന്നങ്ങളിൽ കോൺഫിഡൻസ് വരും. ഇപ്പൊ ഇന്ന് ഈ പറയുന്ന ഉൽപ്പന്നങ്ങളെല്ലാം നമുക്ക് കോൺഫിഡൻസ് വരുന്ന എങ്ങനെ? പ്രോഗ്രാം പങ്കെടുത്തിട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂടും. നമ്മുടെ കോൺഫിഡൻസ് ആണ് എല്ലാം. നമ്മുടെ അറിവ് കൂടും. അറിവ് കൂടുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും. അപ്പൊ നമ്മൾ GTS വരുന്ന ഒരാൾക്കുള്ള എനർജി അല്ല വരാത്ത ആൾക്ക്. GTS വരുന്ന ആൾ വലിയ ആവേശത്തിലാണ്. ഞാൻ ഒരു തവണ മലപ്പുറത്ത് ഒരു മീറ്റിംഗ് വന്ന സമയത്ത് ഒരു മേഡം അവിടെ ഇരുന്ന് പറയണ്ടായിരുന്നു, വരുമ്പോ അത്ര സൗണ്ട് ഒന്നും കേൾക്കാത്ത ആളാണ്, തിരിച്ചു പോകുമ്പോൾ പറയുന്നുണ്ട്, സാറേ ഞാൻ മലപ്പുറം കത്തിക്കുന്ന പറയുന്നത്. അപ്പൊ അത്ര ഒരു ഊർജ്ജമാണ് അവർക്ക് ഉണ്ടാവുന്നത് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ. ആ ഊർജ്ജമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ അതിന് നമ്മൾ മീറ്റിങ്ങുകൾ, പ്രോഗ്രാമുകൾ ഒന്നും വിടാതിരിക്കുക. ഇന്നാണെങ്കിൽ നോക്കൂ, നമ്മുടെ കമ്പനി എന്ത് ചെയ്തു, പ്രത്യേകിച്ച് എന്താ കാര്യം ഒന്നും അറിയില്ല, വെറുതെ കമ്പനി GTS ഫ്രീ ആക്കി. എല്ലാവരും വരട്ടെ, 30 രൂപ ഒരു പ്രശ്നമല്ല നമുക്ക് ആർക്കും. വരുന്ന ആൾക്കാർക്കൊന്നും 30 രൂപ ഒരു പ്രശ്നമല്ല, അത് ആരും ഒരു പരാതിയായിട്ട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ എന്നിട്ടും കമ്പനി അത് ഫ്രീ ആക്കി തന്നു. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ കമ്പനി GTS ഫ്രീ ആണ്. അപ്പൊ മാക്സിമം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഗസ്റ്റുകളൊക്കെ പങ്കെടുപ്പിക്കും. അതേപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, റിക്രൂട്ട്മെന്റ് നിർത്താതിരിക്കും. ഇന്ന് നോക്കൂ, ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള, നമ്മൾക്ക് ഏറ്റവും ഉദാഹരണം ഉമർ ഉസ്താദിനെ തന്നെ എടുത്തു നോക്കൂ. ഞാൻ സാറിനെയൊക്കെ ഒരുപാട് ആരാധനയോട് കാണുന്ന ആളാണ്. സാറിന്റെ മകനെ, 2 മക്കളെയും സാർ ഈ ബിസിനസ് ഉള്ളിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോ ഇപ്പോ ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഞങ്ങൾ പോയ സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടത് യങ് ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഈ ബിസിനസ്സിൽ ഒരു പാസീവ് ഇൻകം വേണോ, ക്രിയേറ്റീവ് തിങ്കിങ് ആയിട്ടുള്ള ആൾക്കാർ വരണോ? നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ കുട്ടികളുടെ സുഹൃത്തുക്കളെയും അതേപോലെ മാക്സിമം യങ്സ്റ്റേഴ്സിലേക്ക് ഈ ബിസിനസ് കൊടുക്കാൻ നോക്കുക. മാക്സിമം യങ്സ്റ്റേഴ്സിലേക്ക് ഈ ബിസിനസ് കൊടുക്കാൻ നോക്കുക. എന്താ വെച്ചാൽ ഇനി വരുന്ന ജനറേഷൻ എന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞപ്പോ കാണുന്നത്, നോക്ക്, 25 വയസ്സിലൊരു ഡയമണ്ട് എക്സിക്യൂട്ടീവ്, 25ാമത്തെ വയസ്സിൽ ഡയമണ്ട് എക്സിക്യൂട്ടീവ്. ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഒരു ഡയമണ്ടിന്റെ വരുമാനം എത്ര നിങ്ങൾക്ക് അറിയില്ല. അദ്ദേഹത്തിന് ദുബായിലാണ് ഫ്ലാറ്റ്. ദുബായിൽ സ്വന്തമായിട്ട് 25ാമത്തെ വയസ്സിൽ ഫ്ലാറ്റ് വാങ്ങിയിരിക്കുകയാണ്. ഒരു ബൈക്കൊക്കെ ഉപയോഗിക്കുന്നത് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള 25 ലക്ഷത്തിന്റെ ബൈക്കേ ഉപയോഗിക്കുന്നു. അപ്പൊ ഒന്ന് ചിന്തിക്കൂ, 25ാമത്തെ വയസ്സിൽ ഡയമണ്ട് എക്സിക്യൂട്ടീവ്. അങ്ങനെ നിരവധി ലീഡേഴ്സിനെ കണ്ടു. അപ്പൊ അത്തരത്തില് നമ്മളെയൊക്കെ ചെയ്യേണ്ടത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള യങ് ബ്ലഡിനെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ ഈ ബിസിനസ്സിനുള്ളിലേക്ക് കൊണ്ടുവരിക. അവർക്ക് നല്ലൊരു എന്താ ഈ ബിസിനസ് നോക്കൂ. എന്റെ ലൈഫിൽ ഞാൻ നല്ല കുട്ടിയാണെന്ന് ഏറ്റവും നന്നായിട്ട് എന്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തുടങ്ങി ഞാൻ ഈ ബിസിനസ് തുടങ്ങിയതിനു ശേഷം. അതുവരെ അവർ അത്ര പറഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ രാവിലെ എണീക്കുന്ന ശീലമായിക്കോട്ടെ, ഞാൻ പഠിക്കുന്ന ശീലങ്ങളായിക്കോട്ടെ, വ്യക്തികളോട് പെരുമാറുന്ന ശീലമായിക്കോട്ടെ, അപ്പൊ അതെല്ലാം എന്റെ വീട്ടിലെല്ലാവരും നല്ല കുട്ടിയാണെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങിയതിനു ശേഷം. നമ്മുടെ മക്കൾ എന്താ പറയാ, തുടക്കത്തിലൊക്കെ ഇവനൊന്നും നന്നാവൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നവരാണ്. ഇപ്പൊ അത് തിരുത്തി പറയുന്ന കാരണം ഈ ബിസിനസ് തുടങ്ങിയതുകൊണ്ട്. അപ്പൊ അത്തരത്തിലല്ലേ നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോ നമ്മുടെ കുട്ടികൾക്കായിക്കോട്ടെ, ഇനി വരുന്ന തലമുറയ്ക്ക് നല്ല സ്വഭാവങ്ങളാണ് കിട്ടുക, നല്ല ആറ്റിറ്റ്യൂഡ് കിട്ടും, നല്ല മനോഭാവം ഉണ്ടായി വരും, നല്ല പെരുമാറ്റം ഉണ്ടായി വരും, നല്ല സ്കിൽ ഉണ്ടായി വരും, നല്ല പേഴ്സണാലിറ്റി ഉണ്ടായി വരും, നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടായിട്ട് വരും, സാമ്പത്തിക സ്വാതന്ത്ര്യം അതിന്റെ ഒപ്പം കിട്ടും. അപ്പൊ ഇതെല്ലാം അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ യങ്സ്റ്റേഴ്സിനെ മാക്സിമം ഈ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ടീമിൽ എപ്പോഴും നോക്കൂ, ടീം ഗ്രോ ചെയ്യണം. ഉൽപ്പന്നങ്ങൾ വിറ്റ് നടക്കുന്നത് മാത്രമല്ല നമ്മുടെ ബിസിനസ്. നമ്മൾ തുടക്കത്തിൽ പല ആൾക്കാർക്കും വരുന്നൊരു ബിസിനസ്, ഉൽപ്പന്നം എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഉൽപ്പന്നം നമ്മൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഉൽപ്പന്നം വിൽക്കാനുള്ളതല്ല, നമുക്ക് ഉപയോഗിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ. നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ഉപയോഗിപ്പിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി റിക്രൂട്ട് ചെയ്ത് അവരെ കൊണ്ട് ഉപയോഗിപ്പിക്കുക. അത് എപ്പോഴും ശ്രദ്ധിച്ചു നോക്കൂ. ഈ ബിസിനസ് വേഗതയിൽ മുന്നോട്ട് പോകും. എന്തായാലും അത്തരത്തിൽ പോകാൻ സാധിക്കട്ടെ. ഈ ഇരിക്കുന്ന എല്ലാവരും വളരെ പെട്ടെന്ന് സീലിംഗ് അച്ചീവേഴ്സും ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റേഴ്സും ഡയമണ്ട് എക്സിക്യൂട്ടീവ് ഒക്കെ ആയി മാറട്ടെ. അതിന് ശക്തമായി പ്രവർത്തിക്കുന്ന ലീഡേഴ്സ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പൊ എന്തായാലും അതിന് സാധിക്കട്ടെ, അതിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന എന്നെ ഈ ഇത്രയും നേരം കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്.